ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെയൊക്കെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു. എനിക്ക് കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇടാൻ പറ്റിയില്ല, മിസ്സായിപ്പോയി. കാരണം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അബുദാബിയിലേക്ക് വന്നു. അപ്പം വരുന്നതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, എനിക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്, അവരുടെ കാര്യങ്ങളും എല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ഒരു തിരക്ക് കാരണമാണ് നമ്മളപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വയ്ക്കുമ്പോൾ, കാരണം വീഡിയോ എടുക്കുന്നത് എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഞാനത് അങ്ങ് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റാതെ പോയത്. ഇപ്പോഴാണെങ്കിലും സ്റ്റാൻഡില്ല എൻ്റെ കയ്യിൽ, ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറേ അങ്ങ് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓരോ വീഡിയോസിലും ഒത്തിരി കമൻറ്റ്സ് വരുന്നുണ്ട്. ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ളതൊക്കെ കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് എന്നെ മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. എന്നെ അത് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഭയങ്കരമായിട്ടുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻസൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും അവർ കാണും, ഇവർ കാണും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊക്കെ വെറുതെയാണ് കേട്ടോ. നമുക്ക് എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും, ആർക്കും ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർ പോലും ഒന്നും ചെയ്യില്ല. നമുക്ക് മാത്രമേ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവും. ആ ഒരു റിയലൈസേഷന് ശേഷം നമ്മൾ വിചാരിക്കും, എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് തുടങ്ങും. അങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് മാറ്റം എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പം എൻ്റെ കണ്ണ് നിറയും. കാരണം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഒറ്റപ്പെടലുകൾ, അതായത് ചിലപ്പം കൂടെ നിൽക്കേണ്ട ആളുകൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ പല കാരണങ്ങൾ കൊണ്ട് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കൂടുതൽ, ഇപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ലൈഫ് എന്താണെന്ന് യൂണിവേഴ്സ് നമ്മളെ കാണിച്ചു തന്നാണ്. നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവാനും നമ്മൾ കൂടുതൽ ബലപ്പെടാനും ഒക്കെ നമുക്ക് നമ്മളെ ഒന്ന് പ്രാപ്തരാക്കിയതാണെന്ന് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കാറുള്ളൂ. പിന്നെ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കുറേ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു റിയലൈസേഷൻ വരും. അതായത് നമ്മുടെ ലൈഫിലേക്ക് ചില ആളുകളൊക്കെ കടന്നു വരും. ചില ആളുകളെ ഞാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, നമ്മൾ ആ ലൈഫിൽ ആരോടൊക്കെ അറ്റാച്ച് ചെയ്ത് നിൽക്കണം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ആ ഡിറ്റാച്ച്മെൻറ്റ് ലിസ്റ്റിൽ നമുക്ക് അത്രയും നെഗറ്റീവ് വൈബ്രേഷൻ തരുന്ന ആൾക്കാരുമായിട്ട് ഞാൻ ഡിറ്റാച്ച്മെൻറ്റ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് അന്നും ഇന്നും അതെനിക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് താഴെ കൊണ്ടിടുന്ന ആൾക്കാർ, നമ്മൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ തന്നെയാണ് നെഗറ്റീവ് വൈബ്രേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെൻറ്റ് വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഒരു ലൈഫിൽ. അല്ലാതെ നമ്മളങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ നോ പറഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം നമ്മളെ ഡൗൺ ആക്കുന്ന ഒരാളും നമുക്ക് വേണ്ടി അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഉണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും നമ്മളെ വേദനിപ്പിക്കാൻ നിൽക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ഡിറ്റാച്ച് ചെയ്യേണ്ടവരിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് തന്നെ തുടങ്ങുക. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് തുടങ്ങുക. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ മെഡിറ്റേഷൻ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ വിചാരിക്കണം ആദ്യം, എനിക്കൊരു ചേഞ്ച് വേണം, എൻ്റെ ലൈഫിൽ ഒരു മാറ്റം വേണമെന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വിഷ്വലൈസ് ചെയ്തിരുന്ന എനിക്ക് ചേഞ്ച് വേണം എന്ന് വിചാരിച്ച കാര്യങ്ങളിലൊക്കെ ചേഞ്ച് ഉണ്ടായെന്ന് മാത്രമല്ല, എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടതിലും കൂടുതൽ കാര്യങ്ങൾ ഒരു ചേഞ്ച് കൊണ്ട് തന്നു എൻ്റെ ലൈഫിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഇടയ്ക്കിത് ഷെയ്ക്ക് ആകുന്നുണ്ട് കേട്ടോ, ഞാൻ കയ്യിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ആ ചേഞ്ചസ് നമ്മൾ കുറേയൊക്കെ സ്ട്രഗിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ വരണം, എനിക്ക് ചേഞ്ച് വേണം, എന്നാലേ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവൂ എന്നുള്ളത്. നമ്മളെപ്പോഴും വിചാരിക്കുകയോ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ വരും ഇവർ വരും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വേണ്ട, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. ചിലപ്പോൾ അത് മോശമായിട്ട് പോലും അവസാനം ബാധിക്കും. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ലോൺലി ഫീൽ അനുഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്നറിയില്ല, അങ്ങനെ കരഞ്ഞ് ഇരുന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ, ഞാൻ എവിടെ പിടിച്ചാലാണ് ഞാൻ ഓക്കെ ആവുന്നത്, എന്ത് ചെയ്താലും ഓക്കെ ആവുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പോലും നമ്മളുടെ സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കാനായിട്ട് നിന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് കുറയ്ക്കുക. ചില കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മെഡിറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക. എനിക്ക് ആദ്യമേ ഒന്നും മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു സാധ്യതകൾ പോലും ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം, എനിക്കൊന്ന് ഓക്കെ ആവണം, എൻ്റെ
എൻ്റെ ലൈഫ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതുണ്ട്. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അവർ പറയുന്ന രീതിയിൽ അവർ വരയ്ക്കുന്ന വരയിൽ ജീവിക്കുന്നവരെയാണ് വേണ്ടത്, അല്ലേ? അവരുടെ ലൈഫൊക്കെ അവർ ആഗ്രഹിച്ചതുപോലെ അവർ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. പക്ഷേ ബാക്കിയുള്ളവരെയും അവരുടെ രീതിയിൽ കൊണ്ടുവരാൻ നോക്കുന്ന ഒരു രീതി ഉണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, എല്ലാവരും ഇൻഡിവിജ്വൽസാണ്. എല്ലാവർക്കും ഒരു വ്യക്തിത്വമുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലൈഫ് പ്ലാൻസ് ഉണ്ടാവും. അവരെ ആ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലായിരുന്നു കുടുങ്ങി കിടന്നിരുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ അനുസരിച്ച് എനിക്ക് എൻ്റെ പ്ലാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മക്കളുടെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹങ്ങളുണ്ടായി. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഒരു സ്റ്റക്കായിട്ട് നിന്നൊരു ഒരവസ്ഥയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ മെഡിറ്റേഷനൊക്കെ സ്ഥിരമായിട്ട് ചെയ്തു. എനിക്കൊരു ക്ലാരിറ്റി വരാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ എനിക്ക് ആ ഒരു ക്ലാരിറ്റി വന്നു. ഞാൻ എൻ്റെ ലൈഫ് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. എനിക്കതിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളൊന്നും അല്ലാതെ ഒരു സീറോ ആയിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. അതായത് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ പറയാനോ, ഈവൻ എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇൻസൾട്ട് ആയാൽ, എനിക്കൊന്ന് വിഷമമായാൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, എൻ്റെ ആ ഒരു വിഷമം എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നോട് ആർക്കും എന്ത് വേണമെങ്കിലും എത്ര മോശമായിട്ട് വേണമെങ്കിലും പെരുമാറാം. എന്നോട് എത്ര മോശമായിട്ട് ചിലപ്പോൾ എന്നെ നമ്മളെ ഫിസിക്കലിയോ ഇമോഷണലോ എന്ത് രീതിയിൽ ഹേർട്ട് ചെയ്താലും നമ്മളത് റിയാക്ട് ചെയ്യാൻ പാടില്ല. റിയാക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരക്ഷരം മിണ്ടിപ്പോയാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ ലൈഫ്. അപ്പോൾ അത്രയും ഇമോഷണലി ഹേർട്ടായി ഇരുന്നിരുന്നൊരു ജീവിതമായിരുന്നു എൻ്റേത്. അപ്പോൾ അതെനിക്ക് മാറ്റണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ കുറേയൊക്കെ നാൾ ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് പോലും അറിയാതെ വെറുതെ അങ്ങ് ജീവിച്ചു പോവാം. മറ്റാർക്കൊക്കെയോ വേണ്ടി, ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് പോലെ, അവരുടെയൊക്കെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെയൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട്, അവരുടെ വാക്കുകൾ അവർ ഹേർട്ട് ചെയ്താൽ അതും കേട്ടിരുന്ന് അങ്ങനെ ജീവിച്ചു പോകുന്നതാണ്. കാരണം അതെൻ്റെ മക്കളെയും അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മക്കൾക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഈവൻ ഞാനൊരു MBA പഠിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവുന്നില്ല. ഞാൻ ഡൗൺ ആയി പോവാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. ഞാനിന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഓക്കെ ആകും. കാരണം ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമുക്കൊരു വീട് വേണം, അങ്ങനെ മാറണം, അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യമേ ഒന്നും വർക്കാവുന്നില്ല. നമുക്ക് ആദ്യമേയൊക്കെ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ഇരിക്കാൻ പോലും തോന്നത്തില്ല. വേഗം എഴുന്നേറ്റ് പോകണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. നമ്മളെ പിടിച്ചിരുത്തത്തില്ല. ഇരുത്താൻ ഞാൻ എത്ര ശ്രമിച്ചാലും അതിന് നടക്കുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ അത്രയും ടെൻഷൻസാണ്, അത്രയും വിഷമങ്ങളാണ്, ഒട്ടുപോക്കെയല്ലാത്തൊരു മാനസികാവസ്ഥയാണ് എൻ്റേത്. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ ഇരിക്കാനുള്ളൊരു സാഹചര്യം വേണം, അതുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെയൊക്കെ പോയി. പക്ഷേ പതുക്കെ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ പോയാൽ കാര്യമില്ല. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിനകത്തോടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അറിയില്ല, ഞാൻ ആദ്യമേ ചെയ്ത് തുടങ്ങിയത് അഫർമേഷൻ എഴുതുക എന്നുള്ളതാണ്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ അഫർമേഷൻസ് എഴുതി വെക്കാൻ തുടങ്ങി, ഒരു ഡയറിയും ഇതും. പക്ഷേ ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു കേട്ടോ ഞാനിങ്ങനെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ കോഴ്സ് ചെയ്തു. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് അത് കണ്ടപ്പോൾ ഒന്നും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ നമുക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ മുന്നോട്ട് പോകും. നമ്മളെ ഒരു ഡിവൈൻ പവർ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. നമുക്ക് ഭയങ്കരമായിട്ടൊരു ധൈര്യം തോന്നും. അപ്പം നമുക്കൊരു ചേഞ്ചസ് ഒക്കെ വരുമ്പം നമ്മുടെ ചേഞ്ചസിൽ അസൂയ വരുന്ന ആൾക്കാർ നമ്മുടെ ഹാർഡ് വർക്കും നമ്മളോരോ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പോൾ കളിയാക്കാൻ തുടങ്ങും. ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. അതായത് നമ്മളൊന്നും അല്ലാതെ സീറോ ആയിട്ട് കിടന്ന സമയത്ത് അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് തിരിച്ചൊന്നും മിണ്ടാതെ ഹേർട്ടായാലും അതൊക്കെ സഹിച്ച് കിടന്നിരുന്ന എന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ കുറച്ചൊന്ന് വളർന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലും ഞാൻ കുറച്ചൊന്ന് സ്ട്രോങ് ആയി വന്നപ്പം അത് ഇഷ്ടപ്പെടാതെ പലരും കളിയാക്കിയ ആൾക്കാരുണ്ട്. അപ്പം അതും എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ കളിയാക്കലുകളൊക്കെ. പക്ഷേ പതുക്കെ ഞാൻ അതിൽ നിന്നും റിക്കവർ ആകാൻ തുടങ്ങി. ഇപ്പോൾ എനിക്കത് കാണുമ്പോൾ ചിരിയേ വരാറുള്ളൂ. കാരണം നമ്മളെപ്പോഴും സീറോയിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഒന്നും അല്ലാതെ കിടക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അതിൽ കുശുമ്പ് വരുന്ന ആൾക്കാരുണ്ട്. അവരതൊക്കെ ഫീൽ ചെയ്യട്ടെ.
നമുക്ക് ഇനി അവരെ കൊണ്ട് അതൊക്കെ ഫീൽ ചെയ്യിക്കണം. അതായിരിക്കണം നമ്മളുടെ എയിം. അല്ലാതെ അത് കണ്ടിട്ട് ഇന്ന് കരയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മളോട് അവർക്ക് എന്തെങ്കിലും ഫീലിങ്സോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല അല്ലേ. അപ്പം അതാണ് ഡിറ്റാച്ച്മെൻറ്റിനുള്ള ആദ്യത്തെ റീസൺ. നമ്മൾ അവരിൽ നിന്നും ഡിറ്റാച്ച് ആവുക. ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ പതുക്കെ ഫസ്റ്റ് തന്നെ ഞാൻ അഫർമേഷൻസാണ് എഴുതി തുടങ്ങിയത്. എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. അതിലൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ള കുറേ ഏരിയാസ് ഒരു മറ്റേ ഒരു ലിസ്റ്റ് പോലെ ഇങ്ങനെ ഈ ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് ഞാൻ എഴുതി തുടങ്ങി. അതായത് ഒരു റൗണ്ട് വരച്ചിട്ട് ഞാൻ എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് അതിന് കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് എനിക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ നല്ല രീതിയിൽ മനോഹരമായിട്ട് എഴുതാൻ ഞാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതാനായിട്ട് നമ്മുടെ എഴുത്തിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. എനിക്ക് ഭയങ്കര അങ്ങനത്തെ ആർട്ടുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ആർട്ടുകളൊക്കെ ചെയ്ത് അങ്ങനെ വരച്ച് എഴുതാൻ തുടങ്ങി. ആൻഡ് അതെപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതുതന്നെയാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ ഞാൻ അന്ന് ഇതിനെ സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ഇഷ്ടത്തോടു കൂടി എനിക്ക് ഇങ്ങനെയൊക്കെ വേണം, എൻ്റെ ഇഷ്ടങ്ങൾ ഇതാണ്, ആ ഒരു രീതിയിൽ എഴുതി തുടങ്ങിയതാണ്. അപ്പം മെഡിറ്റേഷനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മെഡിറ്റേഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിന് മാറ്റം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം അതുവരെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചാർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് നാളൊക്കെ പോകാൻ പറ്റും. നമ്മളെത്ര ഹേർട്ടായാലും എത്ര വേദനിച്ചാലും നമ്മൾ അത്രയും രീതിയിൽ ഹേർട്ടാക്കിയിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്താലും നമുക്കവിടെ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചൊരു മറുപടി പോലും പറയാൻ പറ്റുമല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ, മോശമായിട്ട് നമ്മളോട് ഒരാൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ പറയാൻ പറ്റണം. എൻ്റെ ഏറ്റവും വലിയ ഫസ്റ്റ് വിഷ് അത് തന്നെയായിരുന്നു. എനിക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതെനിക്കിഷ്ടമല്ല, എന്നോടിങ്ങനെ സംസാരിക്കേണ്ട അല്ലെങ്കിൽ എന്നോടിങ്ങനെ ചെയ്യേണ്ട, ഇതെൻ്റെ ഒരു പ്രൈവസിയാണ്, എൻ്റെ തീരുമാനം ഇതാണ്, എനിക്കത് പറയാൻ പറ്റണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേരത്തെ പറയും, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാൻ പഠിക്കണം. പക്ഷേ എനിക്കതിനുള്ള ഗട്ട്സ് ഇല്ല. കാരണം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചുറ്റുമുള്ള ആൾക്കാർ അങ്ങനെയാണ്. അപ്പം നമ്മളെ കൂടുതലും സപ്രസ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ പതുക്കെ ഞാൻ ആ ഒരു എനർജിയാണ് ഫസ്റ്റ് അച്ചീവ് ചെയ്തത്. എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാനുള്ള ഒരു ധൈര്യം അതുണ്ടാക്കിയെടുക്കണം. അതുണ്ടാക്കിയെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തെങ്കിലും ആ ഒരു പവറിലേക്ക് എനിക്ക് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് സ്ലോ പ്രോസസ്സായിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ എത്ര അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും അവരോടൊക്കെ എനിക്ക് ആ ഒരു രീതിയിൽ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ഒരു ധൈര്യം കിട്ടി. പിന്നെ പലരും പറയാറുണ്ട് ഇപ്പോൾ ഞാനൊരു ഇൻസ്പിറേഷൻ ആണെന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കളെ 2 കുഞ്ഞു മക്കളെയൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ചെയ്യുമ്പോൾ എന്നെ കളിയാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ അതേസമയം ഒത്തിരി എന്ന് പറയുന്നില്ല, കളിയാക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്തോ വലിയ സംഭവമാണ്, ഞാൻ എനിക്ക് ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഞാനൊരു പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ടെടുത്ത ഒരു കാര്യമാണത്. അപ്പം ആദ്യത്തെ സമയത്ത് ഞാൻ പറഞ്ഞില്ല, മെഡിറ്റേഷനൊന്നും അത്ര കാര്യമായിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനെയും കളിയാക്കി പറയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കതൊന്നും വിഷയമല്ല. കാരണം ഞാനൊരു ഇൻസ്പിറേഷനാണ്, നിനക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പലർക്കും ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പം എന്നെ വിളിച്ചിട്ട് സൊല്യൂഷൻ, ഞാനപ്പോൾ ആർക്കും സൊല്യൂഷനായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല, ഒരു തീരുമാനം എടുക്കാനൊരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പം എൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാല്യൂ തരുന്ന ആൾക്കാരായിരിക്കണം. അല്ലാതെ നമുക്കൊരു വിലയും തരാത്ത, നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് നെഗറ്റീവ് എനർജി മാത്രം തരുന്ന ആൾക്കാരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലതുണ്ടാവില്ല. അപ്പോൾ നെഗറ്റീവ് എനർജി ആയിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാവും, നമ്മുടെ അടുത്തോട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവും. ആ ഒരു ഇത് കൊണ്ട് തന്നെ ഞാനധികം അറ്റാച്ച്മെൻറ്റിന് പോകത്തില്ല. അറ്റാച്ച്മെൻറ്റ്സ് ഒരുപാട് ആരോടും വെക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇൻറ്റ്യൂഷൻസ് വരും. നല്ലതിനെ നല്ലതെന്നും ചീത്തയെന്നും മനസ്സിലാക്കാനുള്ള ഇൻറ്റ്യൂഷൻസ് വരും. പല ഡിറ്റാച്ച്മെൻറ്റ്സും വെച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാനെല്ലാം ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്കിവരൊക്കെ നഷ്ടപ്പെടാൻ വയ്യ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എന്നെയായിരുന്നു.
അതായത് എൻ്റെ കഴിവുകൾ ഞാനെപ്പോഴും ഹേർട്ടായിക്കൊണ്ടിരിക്കും, ഞാൻ ഒട്ടും കംഫർട്ടല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് പേടിയാണ് എല്ലാത്തിനോടും. ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയായിരുന്നു എല്ലാത്തിനോടും. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എത്ര ഹേർട്ടായാലും എന്നെ എത്ര വേദനിപ്പിച്ചാലും മറ്റുള്ളവർക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ ഞാനൊന്നും തിരിച്ച് പറയാൻ പാടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ എല്ലാം ഏറ്റുവാങ്ങുന്നത് വഴി ഞാൻ വെറും സീറോ ആണെന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. ഞാൻ സീറോ അല്ല എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു ചുറ്റുപാടിലായിരുന്നു ഞാൻ വന്നിരുന്നത്. അപ്പോൾ എന്നെ എത്ര ഹേർട്ട് ചെയ്താലും എനിക്കത് റിയാക്ട് ചെയ്താൽ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. ആ ഒരു സാഹചര്യത്തിലൊക്കെ ജീവിക്കുമ്പം നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് നെഗറ്റീവ് എനർജി മാത്രമേ തരുള്ളൂ. ഒരിക്കലും ഒരു നല്ല ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ പതുക്കെ മാറി. ഒരുപാട് മാറി, ഞാനിപ്പോൾ ഒരുപാട് മാറി. എൻ്റെ ബിഹേവിയറിലും എൻ്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതിനെയൊക്കെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, ലെറ്റ് ദം ടോക്ക്. ഞാനിപ്പോൾ അത്രേ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ മൈൻഡിനെ ഒത്തിരി കൺവേർട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. മെഡിറ്റേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺവേർട്ടഡ് ആവും. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് അതിന്, ഉറപ്പായിട്ടും ഉണ്ട്. നിങ്ങളത് വിശ്വസിച്ച് ചെയ്യുക. എനിക്കൊരു മാറ്റം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ആദ്യമേയൊക്കെ ഇതേ വിചാരിച്ചിട്ടുള്ളൂ, എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പോയിട്ട് കാര്യമില്ല, എനിക്കൊരു മാറ്റം വരണം. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഹാർട്ട് ബ്രേക്കുമായിട്ട് ഹേർട്ടായി നെഗറ്റീവ് എനർജി മാത്രം സ്വീകരിച്ച് എന്നും രാവിലെ എഴുന്നേൽക്കുന്നത് ഒരുപാട് ടെൻഷനും വിഷമങ്ങളും മാത്രമാണ്. എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് ഇല്ലല്ലോ, ഞാൻ എന്നും ഇങ്ങനെയാണല്ലോ ജീവിക്കേണ്ടത്, അങ്ങനെ ഒരു വിഷമത്തോടു കൂടിയായിരുന്നു. അതിലുപരി എൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ ഞാൻ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു, അതൊന്നും നടക്കുന്നില്ല. ഞാനെന്നും ഈ ഒരു ഹാർട്ട് ബ്രേക്കിലാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ മേല, എവിടേക്കോ ഇങ്ങനെ മൊത്തം സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഞാനൊരിക്കൽ തീരുമാനിച്ചു, എനിക്കൊരു ചേഞ്ച് വേണം. ഞാനിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എൻ്റെ ലൈഫിൽ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കണം. ആ തീരുമാനം ഞാൻ ഇന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, ഒന്നാമത് പ്രായം പോവും, നമ്മുടെ ആരോഗ്യത്തിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഞാൻ ഇപ്പം എടുക്കുന്ന തീരുമാനം എൻ്റെ ലൈഫ് മാത്രമല്ല, എൻ്റെ മക്കളുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, എൻ്റെ ഫാമിലി ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഇതൊക്കെ ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഒരാളോട് അഭിപ്രായം ചോദിക്കുന്നത് നിർത്തി. കാരണം എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും പറഞ്ഞിരുന്നതേ, ഒരിക്കലും എൻ്റെ നല്ലതിന് വേണ്ടി ആയിരുന്നില്ല പലതും പറഞ്ഞിരുന്നുള്ളത്. ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. കാരണം അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളനുസരിച്ച് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ പെണ്ണുങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്നതല്ല ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അത് പാർട്ട് ഓഫ് ലൈഫാണ്, അതല്ല ലൈഫ്. പലരും അല്ലെങ്കിൽ പല പേരൻസും പറയുന്നത് പെണ്ണുങ്ങളായാലും വീട്ടിലെ പണിയൊക്കെ ചെയ്ത് അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അല്ല, അത് പാർട്ട് ഓഫ് ലൈഫാണ്, അല്ലാതെ വീട്ടു ജോലി ചെയ്യുന്നതൊന്നുമല്ല മെയിനായിട്ടുള്ളൊരു കാര്യം. നമുക്കൊരു കരിയർ വേണം, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റണം. ആണുങ്ങളെപ്പോലെ തന്നെ പെണ്ണുങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ നോ പറയാനുള്ളതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീകൾക്കും ഉണ്ട്. അല്ലാതെ അടുക്കളയിലെ ജോലി മാത്രം ചെയ്ത് അവിടെ മാത്രം ഒതുങ്ങുക എന്നുള്ളതല്ല. ഇത് ഫെമിനിസം ഒന്നുമല്ല, ഇത് ഓരോ മനുഷ്യർക്കും കിട്ടേണ്ട അവകാശമാണ്. അല്ലാതെ ഫെമിനിസം എന്നൊന്നും പറഞ്ഞതിനെ ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല. എല്ലാവരും മനുഷ്യന്മാരല്ലേ, അവർക്ക് ഫീലിങ്സ് ഉണ്ട്. റെസ്പെക്ട് ദെയർ ഫീലിങ്സ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫീലിങ്സിന് പോലും റെസ്പെക്റ്റ് കിട്ടാത്തൊരു സിറ്റുവേഷനിൽ നിന്നും ഞാൻ മാറി ഒരുപാട്. ഞാൻ എന്നെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് നമ്മളോട് മോശമായിട്ട് സംസാരിച്ചാൽ എനിക്കിത് ഇഷ്ടമല്ല, എന്നോട് ഇങ്ങനെ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടായി. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ചേഞ്ച്. ഞാൻ പറഞ്ഞില്ല, ഇമോഷണലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇമോഷണലി നമ്മൾ ആദ്യമേ ഇൻഡിപെൻഡൻ്റ് ആകാം, അപ്പോൾ മാത്രമേ നമുക്കൊരു ചേഞ്ച് വരുള്ളൂ കേട്ടോ. അതായത് നമ്മളെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ സഹിച്ച് കിടക്കും, അങ്ങനെ ഒരു ചിന്തയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഹേർട്ടായി നിൽക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവണം, ഒരിടത്തും സ്റ്റക്കായി നിൽക്കരുത്. അതായത് നമ്മളെ കുറേ വേദനിപ്പിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ചാൻസ് കൊടുത്ത് നമ്മളവിടെ ഫെയിലായി ഹേർട്ടായി കരഞ്ഞു കൂവിയിരിക്കാനായിട്ട് ഇടവരുത്തരുത്. ചാൻസ് കൊടുക്കുക 1-2 ഒക്കെ. അത് കഴിഞ്ഞിട്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് അത് വേണം. ഡിറ്റാച്ച്മെൻറ്റ് ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെയും സ്റ്റക്കായി കിടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ഥലത്തും ഗ്രോത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ഫോണിങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ അതൊരെണ്ണം വാങ്ങിക്കണം, എന്നിട്ട് വേണം എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ കയ്യിൽ വെച്ച വീഡിയോസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവങ്ങളും ഞാൻ പോയ കാര്യങ്ങളൊക്കെ എത്ര പറഞ്ഞാലും എനിക്ക് തീരത്തില്ല. ചിലവർക്കൊക്കെ തോന്നും, കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ കളിയാക്കലൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെയുള്ള എല്ലാവരും ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ ദയവ് ചെയ്ത് കാണണ്ട.
നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കുശുമ്പോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇതൊക്കെ പറയുമ്പോൾ നമ്മളോട് ദേഷ്യം തോന്നുന്നത്. കാരണം അവരൊന്നും അറിഞ്ഞിട്ടില്ല, അവരൊക്കെ സേഫ് സോണിൽ ഇരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഉയർച്ച കാണുമ്പോൾ അതല്ല അസൂയപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ കാണണ്ട. നിങ്ങൾക്കൊരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല, കുശുമ്പോ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതാക്കുക. വേറെ ഒരാളെക്കുറിച്ച് നമുക്കൊരു നെഗറ്റീവ് ചിന്ത വേണ്ട. നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. മറ്റുള്ളവർ നമ്മളോട് അങ്ങനെയൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിറ്റാച്ച്മെൻറ്റ് അത് അത്യാവശ്യമായിട്ടുള്ളൊരു വാക്കാണ്, നിങ്ങളത് സൂക്ഷിച്ച് വെച്ചോ. അത് ലൈഫിൽ ഉപകാരപ്പെടും ഉറപ്പായിട്ടും. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ഡിറ്റാച്ച് ആവുക. ഓക്കെ, കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും. ബൈ.